ഹലോ, ഇന്നൊരു വീക്കെൻഡ് ആയിട്ട് ഞങ്ങൾ പോകാൻ പോകുന്നത് കുവൈറ്റിലെ ഫേമസ് 360 മാളിലേക്കാണ്. സഹറയിലാണ് 360 മാൾ വരുന്നത്. ഒരു 3 മണിയായപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി 106X ബസ്സിൽ കയറിയിട്ടാണ് സഹറയിലേക്ക് പോയത്. 1.5 മണിക്കൂർ ട്രാവൽ ചെയ്തതിന് ശേഷം ഞങ്ങൾ സഹറയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഒരു ബ്രിഡ്ജ് കടന്ന് ഒരു 2 മിനിറ്റ് നടന്നും കഴിഞ്ഞാൽ നമ്മൾ 360 മാളിൽ എത്തും. വരുന്ന വഴി തൊട്ട് ഇവിടെ നിന്നും കുറച്ചു ദൂരം അങ്ങോട്ടും ചൈനയുടെ ഫ്ലാഗും കുവൈറ്റിന്റെ ഫ്ലാഗും ഇങ്ങനെ റോഡിന്റെ നടുവിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് കാരണം എന്നറിയില്ല. ബ്രിഡ്ജിന്റെ മേലെ നിന്ന് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. വെയിലുണ്ടായിരുന്നെങ്കിലും ചൂടില്ലാത്ത വെയിലായിരുന്നു, തണുത്ത കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു ആ ബ്രിഡ്ജിൽ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കാൻ. ബ്രിഡ്ജ് ഇറങ്ങി ഒരു 2 മിനിറ്റോളം നടന്നാലാണ് നമ്മൾ 360 മാൾ എത്താം. അവിടേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടത്. ഇത് ഈ കാണുന്ന ബിൽഡിംഗ് ഇവിടുത്തെ ടെന്നീസ് കോംപ്ലക്സ് ആണ്. അവിടുത്തെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ നിറയെ ബോഗൻ വിലാസ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ടെന്നീസ് കോംപ്ലക്സിന്റെ ബിൽഡിംഗ് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ഗ്രാൻഡ് ഹയാത്ത് ആണ്. അതിന്റെ ഫ്രണ്ടിലെ ഇങ്ങനെ കുറെ കല്ലും പുല്ലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടകലർത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ അവിടെ കാണാൻ വേണ്ടി. ഗ്രാൻഡ് ഹയാത്തിന്റെ തൊട്ടപ്പുറത്താണ് 360 മാൾ വരുന്നത്. 2 ബിൽഡിംഗും അടുത്തടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ എൻട്രി ഏതിലേക്കാണെന്നൊരു ഡൗട്ടിലാണ് ഞങ്ങൾ നടക്കുന്നുണ്ടായിരുന്നത്. 360 മാളിൽ നിന്ന് ഗ്രാൻഡ് ഹയാത്തിലേക്ക് കടക്കാനായിട്ട് മാളിന്റെ ഉള്ളിൽ തന്നെ ഒരു ബ്രിഡ്ജ് കണ്ടിരുന്നു കേട്ടോ. ഇതൊക്കെ 360 മാളിന്റെ ഏരിയാസ് ആണ് കേട്ടോ. നല്ലൊരു പ്രകൃതി രമണീയമായൊരു സ്ഥലം. ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ വാട്ടർ ഏരിയാസ് ഒക്കെ ഉണ്ട്, കുറെ മരങ്ങളുണ്ട്. പക്ഷെ ഇതിന്റെ എൻട്രി എവിടേക്കാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് നടക്കേണ്ടി വന്നു ഫ്രണ്ടിൽ എത്താനായിട്ട്. ഞങ്ങൾ കണ്ടുപിടിച്ച ഭാഗമാണെങ്കിൽ പാർക്കിംഗ് ഏരിയയിലേക്കുള്ള ഗേറ്റ് ആയിരുന്നു. അതെന്ന് വിചാരിച്ച് അതിലെയാണ് ഞങ്ങൾ മാളിന്റെ അകത്തേക്ക് കയറുന്നത്. അകത്ത് കയറി നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. താഴെയാണ് ഹൈപ്പർ മാർക്കറ്റ് വരുന്നത്. ഇവിടുത്തെ തിരക്കതേ ഇല്ലാത്തൊരു മാളായിരുന്നു കേട്ടോ ഇത്. ഹൈപ്പർ മാർക്കറ്റിന്റെ അവിടെ കുറച്ച് തിരക്കുണ്ടായെങ്കിലും മേലിട്ടൊന്നും ആരും ഉണ്ടായിരുന്നില്ല. താഴെതായി ഇങ്ങനെ പൂച്ചെട്ടിയുടെ ആകൃതിയിലൊക്കെ ഫോട്ടോ എടുക്കാനുള്ള ഏരിയാസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇവര്. തൊട്ടപ്പുറത്തായിട്ട് അംബ്രല്ലയും പിന്നെ കുറച്ച് വോളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെയാണ് ടോയ്സ് ഒക്കെ ഉള്ള ഏരിയ. തൊട്ടപ്പുറത്തായിട്ട് ബാർബിയുടെ എല്ലാ ടോയ്സ് ഉള്ള ഒരു ചെറിയൊരു ഷോപ്പ് കണ്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോപ്പ് ബാർബിയുടെ മാത്രമായിട്ട് കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ കുറച്ച് നേരം നിന്നതിന് ശേഷം ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ആരും ഇല്ല ഇവിടെ. പിന്നെ കുറച്ച് സ്ഥലത്തായിട്ട് ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഒരു വാള് ഇവര് സെറ്റ് ചെയ്തിട്ട് അതിൽ ചെടികൾ ഇങ്ങനെ പടർത്തിയിരിക്കുന്നു. അതിന്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ വാട്ടർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ഈ മാളിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇവിടെ ഏത് കോർണറിൽ പോയാലും നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ടുള്ള സെറ്റപ്പുകൾ ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടുന്ന് ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലെത്തി. സെക്കൻഡ് ഫ്ലോറിലാണ് ഇങ്ങനെ സീലിംഗിൽ ഇതിങ്ങനെ ഒരു സാധനം ഞാൻ ചിട്ടിരിക്കുന്നത് കണ്ടത്. കുറെ ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ഷോപ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. BMW ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നടന്ന് വന്നാണ് ഞങ്ങൾ ഫ്രണ്ട് ഭാഗം കണ്ടുപിടിച്ചത്. അവിടെ ഇങ്ങനെ കുറെ ഫ്ലവർ ഒക്കെ വെച്ചിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു ഫ്രെയിം പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ സ്റ്റേഷൻ ഞങ്ങൾ കണ്ടു. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഈ ഫ്രെയിം കാണാൻ. ഇതേപോലെ മാളിന്റെ കുറെ സ്ഥലങ്ങളിൽ ഇവരിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോഴാണ് ഈ മാളിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. അവിടെ ഇങ്ങനെ വാട്ടർ ഫൗണ്ടെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ മാളിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഈ പുറത്തുള്ള ഈ സീനറിയാണ്. വാട്ടർ ഫൗണ്ടെയിനും കുറെ വാട്ടർ ഏരിയാസും കുറെ മരങ്ങളും അതിൽ കുറെ കിളികളും. ആ കിളികളുടെ സൗണ്ട് ഒക്കെ നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ കേൾക്കാം. എന്തൊരു റിലാക്സിംഗ് ആണ്. ചെറിയ ചെറിയ കിളികൾ കുറെ ഉണ്ടായിരുന്നു ഇവിടെ. ടൈം ഒരു 5 മണി ആയപ്പോഴേക്കും ഇവിടെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ ഇങ്ങനെ 360 മാൾ എന്നൊക്കെ നമുക്ക് കാണാം.
ഇവിടെ വന്നിട്ട് 2-3 മാളിൽ പോയെങ്കിലും ഈ മാളിലാണ് ഒട്ടും തിരക്കില്ലാതെ കണ്ടത്. മാളിന്റെ അകത്തിരിക്കുന്നതിനേക്കാളും കിടിലൻ എക്സ്പീരിയൻസ് ദാ ഇവിടെ പുറത്ത് ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നതാണ്. മാളിന്റെ ഒരു 40% ഏരിയ ഈ വാട്ടർ ഫൗണ്ടൈൻ ആണെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങളുടെ മാളിന്റെ അകത്തേക്ക് വേറെ ഭാഗത്തൂടെയാണ് ഇപ്പൊ കയറിയത്. അപ്പൊ ദാ ഇവിടെ ഒരു ഫോട്ടോ ബൂത്ത് കണ്ടു, ഫ്ലവർ ഒക്കെ വെച്ചിട്ടുള്ളത്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് വന്നപ്പോഴാണ് ദാ ഇത് കണ്ടത്, മാളിന്റെ അകത്തൊരു വാട്ടർ ഫൗണ്ടൈൻ. ഇതിനകത്ത് തന്നെ ഒരു ചെറിയ ഇൻഡോർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്, അതേപോലെ തന്നെ ഒരു സിനിമ തിയേറ്ററും ഉണ്ട്. ഈ മാളിനുള്ളിൽ എവിടെ നോക്കിയാലും പച്ചപ്പും കുറെ പൂക്കളും ഉണ്ടായിരുന്നു. മാളിൽ കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ റൂമിലേക്ക് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.